എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കോമേഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നടത്തിവരുന്ന ഈ പദ്ധതിക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് നേതൃത്വം നൽകുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് ഒരുപാട് ബിസിനസ് മേഖലകൾ മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇന്ന് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട 5 MLAമാർക്കുള്ള സ്വീകരണം ഇന്ന് എലൈറ്റിൽ വെച്ച് നടത്തുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ചേംബർ ഓഫ് കൊമേഴ്സിന് ഇന്ന് ആരാധനായ അജിത് സാറാണ് ഇന്ന് സ്പോൺസർ ചെയ്യുന്നത്, കാർത്തിക നക്ഷത്രത്തിൽ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പറയുന്നതിനായിട്ട് ഇതിൻ്റെ കൺവീനർ ആരാധനായ മുരളീധര കൈമളി സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നേരത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് 2016 ശ്രീ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത ഈ വിശക്കുന്ന വരുന്നൊരു പൊതിച്ചോറ് എന്ന അന്നദാന പദ്ധതി യാതൊരു മുടക്കവും കൂടാതെ വളരെ സുതാര്യമായ രീതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇത് വിഭാവനം ചെയ്തതെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ ഈ അന്നദാനം ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. ഈ ആഴ്ച തന്നെ ഇതിപ്പോൾ നാളെ കൂടി വരുമ്പോൾ 4ാമത്തെ ദിവസമാണ് ഈ അന്നദാനം ഇവിടെ നടത്തി വരുന്നത്. എന്തായാലും നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൽ നിന്ന് സീനിയർ ഓഡിറ്ററായി റിട്ടയർ ചെയ്ത് തൻ്റെ ശിഷ്ടകാലം മുഴുവൻ സാമൂഹ്യ സേവനത്തിനും കലാരംഗത്ത് ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ശ്രീ BS അജിതാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് നല്ലത് മാത്രം ഗുരുവായൂരിലും വരട്ടെ എന്ന് ആശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തായാലും എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചങ്ങത്ത്, ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി, ഐതിഹ്യത്തിൻ്റെ കോർഡിനേറ്റർ മുതലായ സാമൂഹ്യ സേവന രംഗങ്ങളിലൊക്കെ നേതൃത്വം അലങ്കരിക്കുന്ന വ്യക്തിത്വത്തിനോട് വേണം അദ്ദേഹത്തെ വേദിയിലേക്ക് അതോടുകൂടി സാധിച്ചത്. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ശ്രീ അജിത്താണ്. അദ്ദേഹത്തെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ മുരളി അകമ്പടി, ഗുരുവായൂർ കൃഷ്ണനടങ്ങി ആശാനാണ്. നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലും ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രം ഇവിടെ ദാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൺവീനർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ രാജേഷ്, നമ്മൾ ചേംബർ ഓഫ് കൊമേഴ്സ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടിയടക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ പ്രേംജി ഗുരുവായൂർ, നമ്മളെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാമൻ നമ്മളോടൊപ്പമുണ്ട്. കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചേർന്നുള്ള നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ വേദിയിലേക്ക് അഡ്വക്കേറ്റ് രവി ചങ്ങത്തിനെ ക്ഷണിച്ചുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതുപോലെ അജിത് സാറിനെ കുറിച്ചിട്ട് മുരളി ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ആരാധനായ അജിത് സാർ. ഞാൻ പെൻഷൻ പറ്റിയ സമയത്താണ് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഈ നടപടി, വയനാട് ദുരന്തം, അതാണ് നമ്മുടെ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തിയ ഒരു യാത്രയും അവിടെ ഇത്തരം കാര്യങ്ങൾ സൽക്കർമ്മം ചെയ്യാനുമുള്ള ആ ശ്രമങ്ങളും, അങ്ങനെയാണ് ഞാൻ ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് പരിചയപ്പെടാനും അടുത്തിടപഴകാനും സാധ്യത. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പെൻഷൻ പറ്റിയ ശേഷം സർക്കാർ ജീവനക്കാരനായി സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് പകരമായിട്ട് സർക്കാരിന് വേണ്ടി ഞാൻ ഇനി പറയാം. സർക്കാരിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ്. അന്നം എന്ന് പറയുന്നത് ആരോഗ്യം നൽകുന്ന ഒരു വസ്തുവാണ്. ദേവി അമ്മയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഏതെങ്കിലും ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചു. കാരണം സർക്കാരിൻ്റെ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയോടൊപ്പം കൂട്ടുനിന്നുകൊണ്ട് സർക്കാർ സേവകനായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സുമായി പ്രവർത്തിക്കുന്ന ഒരു ദിവസം തീരുമാനിച്ചത്. അങ്ങനെയാണ് ദേവിയുടെ നക്ഷത്രമായ കാർത്തിക ദിവസം. ദേവി അമ്മയാണ്. അമ്മ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു മക്കളും പട്ടിണി കിടക്കണം, എല്ലാ മക്കൾക്കും പൂർണ്ണ ആരോഗ്യമുണ്ടാകണം. അതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗുരുവായൂർ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിശക്കുന്ന വയർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടെ കൊടുത്തോളൂ. ശ്രീ മുരളി മുരളിയാണ് കൊടുക്കൂട്ട പെണ്ണുങ്ങൾക്ക്. എന്താ വേണ്ടേ?
കൊടുത്ത് കഴിഞ്ഞിട്ട് ക്യൂ നിൽക്കണവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി അവിടെ അങ്ങോട്ട് കൊടുക്കില്ല, ഞാൻ കൊടുത്തോളാം. ഇവിടെ ഞാൻ കൊടുത്തോളാം. ഒരെണ്ണം ക്യൂ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തരും. അതുവരെ ഒരെണ്ണേ തരുള്ളൂ. ഒരെണ്ണം ക്യൂ കഴിഞ്ഞിട്ടേ തരുള്ളൂ. രണ്ട് ചോറ് ആടിയുണ്ട്. സാധനം വരൂ നടന്നു വരൂ. ഇവിടെ വന്നാൽ ഇതാ ഇവിടെ തരും. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.